ഈശ്വര പ്രാർത്ഥനയ്ക്കായി അഭിരാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു മതസമ്മേളനമല്ല, ഒരു രാഷ്ട്രീയ സമ്മേളനമല്ല. ദർശകർ അനവധി ഉണ്ടാകാം, ദർശന വിവിധതയുണ്ടാകാം, എങ്കിലും അഖിലരും അമ്മയ്ക്ക് ഓമനമക്കളാൽ വാഴുന്ന ഹിന്ദു ഭാഗീരഥി ഒന്നാണ് എന്നുള്ള സന്ദേശമാണ് ഈ സമ്മേളനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. വസുദൈവ കുടുംബകം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നീ ദർശനങ്ങൾ ആപ്തവാക്യമുള്ള സനാതന ധർമ്മത്തിന്, അതായത് ഹിന്ദു ധർമ്മത്തിന്, കേവലം സെമിറ്റിക് മതങ്ങളുടെ ആക്രമണകാരിയിൽ നിന്നും അതിലധിഷ്ഠിതമായ സാമാജിക ശക്തികളിൽ നിന്നും കാലാകാലങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പിന്നിട്ടും അതെല്ലാം അതിജീവിച്ച് സനാതന ധർമ്മ സംസ്കൃതി ഇന്നും സനാതനമായി നിലകൊള്ളുന്നു. കേവലം സാമൂഹ്യ ജീവിതത്തിലെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ രൂപം കൊണ്ട ചാതുർവർണ്ണ വ്യവസ്ഥയെ നിർഭാഗ്യവശാൽ പലവിധ ജാതികളാലും ഉപജാതികളാലും രൂപപ്പെടുകയും മേൽജാതി കീഴ്ജാതി എന്ന നിലയിലേക്ക് ഹൈന്ദവ സമൂഹം ദുർബലാവസ്ഥയിലാവുകയുണ്ടായി. ഇത് സമൂഹത്തിൽ കുറച്ചു പേർക്ക് നേട്ടമായെങ്കിൽ കുറേയധികം പേർക്ക് കോട്ടമായി മാറുകയും ധാർമ്മിക അപജയത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. വൈദേശിക ഭരണാധികാരികൾ ഈ അവസ്ഥയെ മുതലെടുത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക, അത് നിലനിർത്തുകയായിരിക്കുന്നു. ബഹുസ്വരതയുള്ള ഈ സമൂഹത്തിൽ നമ്മുടെ ആചാരങ്ങളും ആഘോഷങ്ങളും പരസ്യമായി ആക്ഷേപിക്കപ്പെടുന്നു. ഹൈന്ദവ ധർമ്മത്തെ പകർച്ചവ്യാധികളോട് ഉപമിച്ച് ഉന്മൂലനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യപ്പെടുന്നു. ആരാധനമൂർത്തിയുടെ മുമ്പിൽ ദീപം തെളിയിക്കുന്നതിന് വിവിധ കോടതികളുടെ കനിവിനായി കാത്തുനിൽക്കേണ്ടി വരുന്നു. നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. ക്ഷേത്ര സ്വത്ത്